ഒരു ചരിത്ര ദൗത്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, അങ്ങനെ ആർട്ടിമിസ് 2 അപ്പോളോയുടെയും റെക്കോർഡുകൾ മറികടന്ന 52 വർഷങ്ങൾക്ക് ശേഷം ചരിത്ര ദൗത്യമെന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായും. അതായത് അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ ദൗത്യ വിജയത്തിന്റെ നിമിഷമാണ്. അവർ ഇങ്ങനെ അതിനകത്തുള്ളവരെ പുറത്തെത്തിച്ചു. ഇനി നാവികസേനയുടെ ഹെലികോപ്റ്ററിലേക്ക് മാറ്റും. അവിടെ നിന്ന് റിക്കവറി കപ്പലായ USS ജോൺ പി മാർത്തയിലേക്ക് മാറ്റും എന്നാണ് വിവരം. ഐസൻ ഉണ്ട്. ഐസൻ, നേരത്തെ പറഞ്ഞ അതേ വാക്ക്, അതായത് അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം അതിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ ദൗത്യ വിജയത്തിൻ്റെ നിമിഷത്തിലോ നമ്മൾ തീർച്ചയായും ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രന്റെ 4000-ലേറെ കിലോമീറ്റർ ആ ഒരു പരിസരത്തേക്ക് കൃത്യമായി മനുഷ്യനെത്തുന്നു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു, ഏറ്റവും വലിയ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്കിപ്പോൾ ഔദ്യോഗികമായി തന്നെ നാസ അറിയിക്കുന്നുണ്ട് ഇവരുടെ റിക്കവറി പ്രോസസ്സുകളെല്ലാം തന്നെ പൂർണ്ണമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കപ്പലിലേക്ക് മാറ്റുന്ന നീക്കമാണ് നടക്കാനിരിക്കുന്നത്. ഹെലികോപ്റ്റർ വഴി കപ്പലിലെത്തിച്ച് കപ്പലിൽ നിന്നും സുരക്ഷിതമായ സ്ഥാനങ്ങൾ കപ്പൽ വഴി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നതാണ് ഇനി അടുത്ത ഒരു നടപടിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ USS ജോൺ പി മാർത്ത എന്ന് പറയുന്ന US നേവിയുടെ കപ്പലിലേക്കാണ് ഈ ഹെലികോപ്റ്ററുകളിൽ ഇവരെ സുരക്ഷിതമായി എത്തിക്കുക. ഇവരെ സുരക്ഷിതമായി അതിനുള്ളിൽ നിന്നും പുറത്തിറക്കിയ ആ ഒരു സമയം എന്ന് പറയുന്നത് പുറത്തിറക്കിയതായി ഔദ്യോഗികമായി തന്നെ, അതായത് ഈ 4 പേരെയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്രോവർ, ക്രിസ്റ്റീന കോച്ച്, അതുപോലെ തന്നെ കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ ഗവേഷകനായ ജെറമി ഹാൻസൺ എന്നിവരെ 4 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചതിന് ശേഷം ഇവരെ കപ്പലിലേക്ക് മാറ്റി അവിടെ നിന്നും സുരക്ഷിതരായി തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു നീക്കമാണ് ഇനി നടക്കാനിരിക്കുന്നത്. ആ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ നേരിട്ടുള്ള ദൃശ്യങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അതായത് നമുക്ക് ഈ റിക്കവറി പ്രോസസ്സിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സുരക്ഷിതരായി ഇവർ ഇറങ്ങിയതിനു ശേഷം ഇവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ അതാത് സമയങ്ങളിൽ കൃത്യമായ ഈ ക്വാറന്റൈനെ ഏർപ്പെടേണ്ടതുണ്ട്. ഇവരുടെ സുരക്ഷ അല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യം കൃത്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ പിന്തുടരേണ്ടതുണ്ട്. മെഡിക്കൽ സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്ത് അവരെ സ്വാഭാവികമായും ഗുരുത്വാകർഷണ ബലത്തിലെ ഭൂമിയിലെ സാധാരണ ജീവിതം നയിക്കുന്നതിന്, ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ശ്വസനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ എല്ലാം തന്നെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഉറക്കം പോലും ഒരു കിടന്നുറങ്ങുക എന്ന് പറയുന്ന നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും ഒരു സാങ്കേതികമായ ഒരു പ്രതീകാത്മകമായി മാറുന്ന ഒരു സാഹചര്യമാണ് ബഹിരാകാശത്തുണ്ടാകുക. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ റിക്കവറി അനിവാര്യമാണ്. ആ റിക്കവറി സമയമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനത്തിലേക്ക് അവരെ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശാലമായ നിരവധിയായ ഗവേഷണങ്ങൾ നടക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. 4,06,771 കിലോമീറ്റർ ദൂരത്തേക്ക് മനുഷ്യൻ ഭൂമിയിൽ നിന്നും സഞ്ചരിച്ചിരിക്കുന്നു. ആ സഞ്ചരിച്ച മനുഷ്യർ കൃത്യമായി ഭൂമിയിൽ തിരിച്ചെത്തിയവർ സുരക്ഷിതരായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അത് തന്നെ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഭൂമിയിൽ നിന്നും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരേക്ക് മനുഷ്യൻ സഞ്ചരിക്കുക. സാധാരണയായ മനുഷ്യർ, അതായത് ഭൂമിയിൽ ജനിച്ച സാധാരണ മനുഷ്യർ ഭൂമിയിൽ നിന്നും ലക്ഷക്കണക്കിന് കിലോമീറ്റർ, ഭൂമിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സാഹചര്യത്തിൽ, ജീവനുണ്ടായ ഭൂമി എന്ന പ്ലാനറ്റിൽ നിന്നും അല്ലെങ്കിൽ ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക്, അതിന്റെ എതിരായി തന്നെയുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജീവവായു പോലും ഇല്ലാത്ത പ്രദേശത്തേക്ക് കൃത്യമായും ആർട്ടിഫിഷ്യൽ ശ്വസന സംവിധാനങ്ങളൊക്കെ ലഭ്യമാകുന്നു എങ്കിൽ കൂടി ജീവവായു പോലും ഇല്ലാത്ത, മനുഷ്യനെ ജീവിക്കാൻ ഒട്ടും തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതകളില്ലാത്ത, അല്ലെങ്കിൽ ശാസ്ത്രീയ ദൗത്യങ്ങളിലൂടെ പല ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ ആ സൗകര്യങ്ങളും ആ സാധ്യതയുമെല്ലാം നേടിയെടുക്കാൻ മനുഷ്യന് സാധിക്കുമെന്നത് മറ്റൊരു വസ്തുതയാണ്. എങ്കിൽ കൂടി അത്തരത്തിൽ സാധാരണ മനുഷ്യന് ജീവിതം സാധ്യമാകുന്നതിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ബഹിരാകാശത്തേക്ക് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് മനുഷ്യൻ സഞ്ചരിച്ചെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്ന മനുഷ്യർ തിരിച്ചെത്തിയിരിക്കുന്നു എന്നത്. അതുപോലെ തന്നെ പുതിയ റിക്കവറി സംവിധാനങ്ങളിൽ നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി വലിയൊരു പേടകമായതുകൊണ്ട് തന്നെ അതിന്റെ റിക്കവറി സംവിധാനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമായ മറ്റൊരു രീതിയിലാണ് നടക്കുന്നത് എന്നത് അത് മറ്റൊരു നിർണായകമായ ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ സഞ്ചാരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ടെലിമെട്രി ഡാറ്റകളാണ്. അതായത് ഭൂമിയിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് ആ സഞ്ചരിച്ച ദൂരത്തിൽ നിന്നും അത്തരത്തിൽ വിശാലമായ ദൂരങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം ആ സഞ്ചാരത്തിന്റെ പാതയിൽ ലഭ്യമാകുന്ന സാങ്കേതിക വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. അത്തരത്തിലുള്ള ഘടകങ്ങൾ ഒരു മുതൽക്കൂട്ടായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചന്ദ്രനിലേക്ക് പോകുന്ന ഓരോ യാത്രയിലും
ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകം നേടുന്ന ടെലിമെട്രി സംവിധാനങ്ങളുടെ ടെലിമെട്രി ഗവേഷണ രംഗത്തെ വലിയ നേട്ടങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് പട്ടികകളിൽ വലിയ വലിയ നേട്ടങ്ങൾ എഴുതി ചേർക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടി നോക്കൂ, 4 യാത്രികരെയും പേടകത്തിന് പുറത്തെത്തിച്ചു. അതിനുശേഷം അവരെ ലൈഫ് ബോട്ടിലേക്ക് മാറ്റി. ആ ലൈഫ് ബോട്ടിലേക്ക് ഹെലികോപ്റ്റർ വന്ന് അവരെ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പലിലേക്ക് USS ജോൺ പി മാർത്തയിലേക്ക് മാറ്റാൻ പോകുന്നതിൻ്റെ നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തുകയാണ്. അവിടെ കപ്പലിനുള്ളിലെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അതിനുശേഷമാകും ഈ 4 പേരെയും കപ്പലിലേക്ക് കയറ്റുക. അപ്പോൾ ഇതൊരു വലിയ അത്ഭുതമായ സംഭവമാണ്. അതിന് സാക്ഷിയാകാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഇങ്ങനെയെങ്കിലും അതായത് ഒരു വലിയ ചരിത്ര നിമിഷം, 10 ദിവസം നീണ്ടുനിന്ന വലിയൊരു ദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നു. അത് ഇനി ചില നടപടിക്രമങ്ങൾ മാത്രം, അതായത് അവർ ഭൂമിയിൽ സുരക്ഷിതരായി ശാന്തസമുദ്രത്തിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം അവരെ ലൈഫ് ബോട്ടിലേക്ക് മാറ്റുന്നു. ലൈഫ് ബോട്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഇനി കപ്പലിലേക്ക് മാറ്റുന്നു, അല്ലേ? അപ്പോൾ ആ ദൗത്യം പൂർണ്ണമാവുകയാണ്.